ഹലോ ഗൈസ്, ഉണ്ണിമുഖത്തിൻ്റെ വിഷയത്തെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏതാണ് വിശ്വസിക്കേണ്ടത്, ഏതാണ് വിശ്വസിക്കാൻ പാടില്ലാത്തത്, സത്യം ഏത്, നുണ ഏത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണ ഇല്ലാണ്ട് നമ്മളിങ്ങനെ പ്രാന്തായി നടക്കുകയാണ് തോന്നുന്നു. നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം, അതായത് തുടക്കത്തിൽ ഇതിൻ്റെ ഒരു അവസ്ഥ നോക്ക്. തുടക്കത്തിൽ ഉണ്ണിമുഖത്ത് തല്ലി എന്ന് പറഞ്ഞിട്ട് ഒരു ചെങ്ങായി വരുന്നു, വിപിൻ കുമാർ വരുന്നു. എന്നിട്ട് അതായത് ഉണ്ണിമുഖത്തിൻ്റെ മുമ്പത്തെ മാനേജർ എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് മൂപ്പര് തല്ലി എന്ന് പറഞ്ഞിട്ട് വന്നിട്ട്, അപ്പോൾ ഉണ്ണിമുഖൻ പറഞ്ഞു ഞാൻ തല്ലിയിട്ടൊന്നുമില്ല എന്ന് പറയുന്നു. 24 ന്യൂസ് സെറ്റേ തോന്നുന്നു റിപ്പോർട്ട് ചെയ്യുന്നു. 24 ന്യൂസ് അല്ലേ റിപ്പോർട്ട് ചെയ്തത്, CCTV ക്യാമറയിൽ ഉണ്ണിമുഖൻ തല്ലുന്നതായിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഉണ്ണിമുഖൻ തല്ലിയിട്ടില്ല എന്നർത്ഥം. പിന്നീട് ഹൈദർ പോലീസ് ഓഫീസറുമായിട്ടുള്ളൊരു കോൺവെർസേഷൻ, ഹൈദരല്ലേ അപ്പോൾ അതിന്ന് നമ്മളറിയുന്നത് റിപ്പോർട്ടർ പോലീസ് ഓഫീസറായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ നമ്മൾ അറിയണം തല്ലിയിട്ടുണ്ട്, CCTV ആ വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇതെന്ത് സംഭവം, എന്ത് ഈ ന്യൂസ് ചാനൽ, നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നൊക്കെ നമുക്ക് കിട്ടണ വാർത്ത നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും? ഇവിടെ ആരെ ഇവർ പൊട്ടനാക്കിക്കൊണ്ടിരിക്കണത്, എന്തിനിപ്പോൾ ഇവർ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണത്? ഒരു വാർത്താ ചാനൽ ക്രെഡിബിലിറ്റി ഇല്ലാത്തൊരു വാർത്ത കൊടുക്കുമ്പോൾ നമ്മളെന്താ പൊട്ടന്മാരായോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേതാണ് നമുക്ക് വിശ്വസിക്കേണ്ടത്? എങ്ങനെയാണ് ഇവരൊക്കെ ഒരു വാർത്ത നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റുക? എന്തോ ഉറപ്പുള്ളത് ഈ സാധനത്തിനൊക്കെ? എന്തായാലും ഉണ്ണിമുഖത്തിനെ തകർക്കാനുള്ള ഒരു ശ്രമം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നൊരു സംശയമില്ലാതില്ല. ഉണ്ണിമുഖത്തിനെ ഇപ്പോൾ കുറ്റം പറഞ്ഞുകൊണ്ട് ഉണ്ണിമുഖത്തിനെ ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇപ്പോൾ രംഗത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യുദ്ധഭൂമിയിൽ പുതിയ ഭട്ടന്മാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില തിരക്കഥാകൃത്തുകൾ വരുന്നു, പലരും പേർ ഉണ്ണിമുഖൻ അത് ചെയ്യും, ഉണ്ണിമുഖൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ. എന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഉണ്ണിമുഖൻ. ഉണ്ണിമുഖത്തിനൊന്നും തളരരുത് എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. ഉണ്ണിമുഖത്തിൽ നിന്നല്ല ഒരു കലാകാരനും ഒരു കലാകാരിയും ഇങ്ങനെയുള്ള ഒരു തളരരുത്. പിന്നെ ഒന്ന് നോക്കി കണ്ടിട്ടൊക്കെ നിൽക്കുക. നമ്മളിപ്പോൾ മഞ്ചനല്ലേ പിള്ളേ ചിലപ്പോൾ തല്ലിയിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കാം. തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് എന്താണോ അർഹിക്കുന്ന ഒരു ശിക്ഷ, എന്താണോ അതിൻ്റെ നടപടികളുണ്ടാവുക അത് ഏറ്റെടുക്കുക. എന്തായാലും ഉണ്ണിമുഖൻ ബാധ്യസ്ഥനാണ്. പക്ഷേ ഇങ്ങനെയുള്ള ക്രൂശിക്കലുണ്ടല്ലോ, ആളെ പൊട്ടനാക്കണ രീതിയിലുള്ള വാർത്തകൾ കൊടുക്കുക, അപ്പോൾ അതുപോലെ ഒന്ന് വീണ് കിടക്കുമ്പോൾ എല്ലാവരും കൂടി കയറിയിട്ട് നെഞ്ചത്ത് കൂടെ കയറുക, ഇങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ടല്ലോ, കുറ്റം പറയുക, അങ്ങനെ എന്തായാലും ഫെഫ്ക തിങ്കളാഴ്ച അല്ലേ കൂട്ടുന്നുണ്ട് പറഞ്ഞ്. അപ്പോൾ എന്തായാലും വട്ടമേശ സമ്മേളനത്തിൽ ഒരു എന്താണ് സംഭവം കാര്യങ്ങൾ എന്നൊക്കെ ഉണ്ടാവും. എന്തായാലും അടിപൊളി.